സർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ എൽ പി സ്പേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു മെഷറബിൾ സെറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ എൽ പി ഇ എന്ന സ്പേസുകൾ ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി നമ്മൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതെല്ലാം വെക്ടർ സ്പേസസ് ആണെന്ന് കണ്ടു. അവയിലെല്ലാം നമ്മൾ നോമുകളും ഡിഫൈൻ ചെയ്തു. അപ്പൊ അതെല്ലാം ആക്ച്വലി നോംഡ് ലീനിയർ സ്പേസസ് ആണ്. ക്യാപിറ്റൽ എൽ പി ഇകളെല്ലാം നോംഡ് ലീനിയർ സ്പേസസ് ആണ്. വേർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓരോ ഘട്ടത്തിലും പിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നോം വേറെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുമ്പോൾ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുമ്പോൾ നമ്മൾ നോം ഡിഫൈൻ ചെയ്തത് പി നോം എന്നാണ് അതിനെ വിളിക്കുന്നത്. പി നോം ഓഫ് എഫ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇ ദ ഹോൾ റേസ് ടു 1/p എന്നുള്ളതാണ്. അതേസമയം പി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് എസെൻഷ്യൽ സുപ്രീമം ഓഫ് എഫ് ഓൺ ഇ എന്നാണ്. എസെൻഷ്യൽ സുപ്രീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമം, അതിനെയാണ് എസെൻഷ്യൽ സുപ്രീമം എന്നൊക്കെ വിളിച്ചത്. ഇതെല്ലാം നോമിന് വേണ്ട കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതെല്ലാം ആക്ച്വലി നോമുകളാണ് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാന കാര്യം. ഇന്ന് നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇത്തരം സ്പേസുകളുടെ ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഏതാണ് വലുത്, ഏതാണ് ചെറുത്. വലുത് ചെറുത് ഇൻ ദ സെൻസ് ഏതാണ് മറ്റൊന്നിന്റെ സബ്സെറ്റ് ആയിട്ട് വരിക, അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് ഇവയ്ക്കിടയിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുന്നത്. ആദ്യത്തെ റിസൾട്ട് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, ഈ ഒരു മെഷറബിൾ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ആണ് എങ്കിൽ, മെഷർ ഓഫ് ഈ ഫൈനൈറ്റ് ആണ് എങ്കിൽ നമുക്ക് ഈ എൽ പി സ്പേസുകൾ തമ്മിൽ ഒരു ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ആ ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P1 ലെസ് ദാൻ P2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുമ്പോൾ ക്യാപിറ്റൽ എൽ P2E എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ P1E ഒരു സബ്സ്പേസ് ആയിരിക്കും. അപ്പോൾ P2 ആണ് ഇവിടെ വലുത്, P1 ചെറുതാണ്. അപ്പൊ P2 വലുത്, P1 ചെറുതാവുമ്പോൾ ക്യാപിറ്റൽ എൽ P2 ചെറുതും ക്യാപിറ്റൽ എൽ P1 ആണ് വലുത്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് മെഷർ ഉള്ള സെറ്റ് ആണ് എന്ന കാര്യം മറക്കരുത്. ക്യാപിറ്റൽ എൽ ഇൻഫിനിറ്റി ഇ എന്ന് പറയുന്നത് will be a subset of for instance L3E. 3 വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. And L3E will be a subset of L, you can take 2.5. സാധാരണഗതിയിൽ അത്തരം സ്പേസുകളൊന്നും എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിക്ക് 1നേക്കാൾ വലിയ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. സോ L 2.5 of E which is contained in L2 of E and that is contained in L1 of E. ഞാൻ വെറുതെ കുറച്ച് നമ്പറുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, P2 P1നേക്കാൾ വലുതാണ് എങ്കിൽ L P2E L P1E സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ L ഇൻഫിനിറ്റി ഇ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ എൽ പി ഇകളുടെയും സബ്സെറ്റ് ആയിരിക്കും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിട്ടുള്ള എല്ലാ പികൾ എടുത്താലും L ഇൻഫിനിറ്റി ഇ എന്ന് പറയുന്നത് എൽ പി ഇയുടെ സബ്സെറ്റ് ആയിരിക്കും. സോ L ഇൻഫിനിറ്റി ആണ് കൂട്ടത്തിൽ ഏറ്റവും
ചെറുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിമെമ്പർ, ദിസ് ഈസ് ദ കേസ് വെൻ ഇ ഈസ് എ മെഷറബിൾ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം. കൂടാതെ നമുക്ക് ഇപ്പോൾ നോക്കൂ, P1 ലെസ് ദാൻ P2 ആവുമ്പോൾ LP1E LP2Eയേക്കാൾ വലുതാണ്. അപ്പോൾ LP2Eയിലുള്ള ഒരു എഫ് എടുത്താൽ ആ എഫിനെ LP2Eയിലെ എലമെന്റ് ആയിട്ടും അതുപോലെ തന്നെ LP1Eയിലെ എലമെന്റ് ആയിട്ടും മനസ്സിലാക്കാം. അപ്പൊ ആ എഫിന് LP2യിൽ ഡിഫൈൻ ചെയ്യുന്ന നോമും അതുപോലെ LP1ൽ ഡിഫൈൻ ചെയ്യുന്ന നോമും ബാധകമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അവയുടെ നോമുകൾ തമ്മിൽ കിട്ടും എന്നാണ് പറയുന്നത്. ഏത് എഫ് ബിലോങ്സ് ടു LP2E എടുത്താലും norm P1 of f will be less than or equal to the constant C into norm P2 of f, where the constant is equal to measure of E the whole raised to P2 minus P1 divided by P1 P2 if P2 is less than infinity, and C is equal to measure of E the whole raised to 1 by P1 if P2 is equal to infinity. Remember, f LP2E ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? LP2E LP1Eയുടെ സബ്സെറ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ എഫ് LP2Eയിൽ ഉണ്ടെങ്കിൽ എഫ് LP1Eയിൽ എന്ന് മനസ്സിലാവും. അപ്പൊ എഫിനെ നമുക്ക് LP1Eയിലെ എലമെന്റ് ആയിട്ടും LP2Eയിലെ എലമെന്റ് ആയിട്ടും മനസ്സിലാക്കാം. അതിനെ രണ്ടായിട്ട് മനസ്സിലാക്കാമെന്ന് ഞാൻ പറയാൻ കാരണം, LP1Eയിലെ എലമെന്റ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന നോം അല്ല LP2Eയിലെ എലമെന്റ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന നോം. ആ നോമുകൾ തമ്മിലുള്ള ബന്ധമാണ്. ഒരേ എലമെന്റ് തന്നെയാണ്, പക്ഷെ ആ എലമെന്റിനെ LP1ലെ എലമെന്റ് ആയിട്ട് മനസ്സിലാക്കി അതിന്റെ P1 നോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നോം P1 ഓഫ് എഫ്. അതിനെ LP2യിലെ എലമെന്റ് ആയിട്ട് മനസ്സിലാക്കി അതിന്റെ P2 നോം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നോം P2 ഓഫ് എഫ്. അവ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഇൻഈക്വാലിറ്റി ആണ് എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇവിടെ മാത്രമല്ല, ഫങ്ഷണൽ അനാലിസിസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരു റിസൾട്ട് ആണിത്. ഓക്കെ, നമുക്ക് അതിന്റെ എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. രണ്ട് കേസായിട്ട് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ കേസിൽ P2 ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് എടുക്കുന്നു. ഒന്നാമത്തെ കേസിൽ P2 ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P1 ലെസ് ദാൻ P2 ആണ്. P2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് L ഇൻഫിനിറ്റി E ഈസ് എ സബ്സെറ്റ് ഓഫ് LP1E എന്ന് പ്രൂവ് ചെയ്യലാണ്. കാരണം LP2E സബ്സെറ്റ് LP1E എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യത്തെ കേസിൽ P2 ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് എടുക്കുകയാണ്. സോ L ഇൻഫിനിറ്റി E ഈസ് എ സബ്സെറ്റ് ഓഫ് LP1E എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഈ ഭാഗവും പ്രൂവ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാം. അത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നോക്കൂ, എഫ് L ഇൻഫിനിറ്റി ഇയിലുണ്ട് എന്ന് വിചാരിക്കുക. അതിനർത്ഥം L ഇൻഫിനിറ്റിയുടെ ഡെഫിനിഷൻ നമുക്കറിയാം. എഫ് എസെൻഷ്യലി ബൗണ്ടഡ് ഓൺ ഇ എന്നാണ്. എഫ് എസെൻഷ്യലി ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ അതിനൊരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് there is m greater than 0 such that m is an essential upper bound for f on e. m is an essential upper bound എന്ന് പറഞ്ഞാൽ mod f less than or equal to m almost everywhere on e. അങ്ങനെയാണെങ്കിൽ mod f power p1 is less than or equal to m power p1 almost everywhere on e. അങ്ങനെയാണെങ്കിൽ ലെബേഗ് ഇന്റഗ്രേഷന്റെ മൊണോട്ടോണിസിറ്റി പ്രകാരം നമുക്ക് ഇന്റഗ്രൽ ഓഫ് mod f power p1 over e is less than or equal to integral of m power p1 over e. Remember, m power p1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റന്റിനെ ഓവർ ഇ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ കോൺസ്റ്റന്റ് ഇൻറ്റു മെഷർ ഓഫ് ഇ എന്നാണ്. m പവർ p1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്. മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അതുകൊണ്ട് നമുക്ക് m പവർ p1 ഇൻറ്റു മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ് എന്ന് കിട്ടും. അതായത് ഇന്റഗ്രൽ ഓഫ് mod f പവർ p1 ഓവർ ഇ ഫൈനൈറ്റ് ആണെന്ന് കിട്ടും. അതിനർത്ഥം എഫ് LP1Eയിലെ എലമെന്റ് ആണ് എന്നാണ്. അപ്പൊ എഫ് L ഇൻഫിനിറ്റി ഇയിലെ എലമെന്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എഫ് LP1Eയിലെ എലമെന്റും ആണ് എന്ന് കിട്ടും. അതിനർത്ഥം L ഇൻഫിനിറ്റി ഇ ഈസ് കണ്ടെയ്ൻഡ് ഇൻ LP1E എന്നാണ്. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം പ്രൂവ് ചെയ്യണം. അതായത് P2 ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? norm P1 of f is less than or equal to measure of e the whole raised to 1 by P1 into norm infinity of f എന്ന് പ്രൂവ് ചെയ്യണം. കാരണം P2 ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് എടുത്തിട്ടുള്ളത്. സോ let us try to prove that. നമ്മൾ ഓൾറെഡി
ഈ പ്രൂഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എഫ് ബിലോങ്സ് ടു എൽ ഇൻഫിനിറ്റി എന്ന് എടുക്കുന്നു. ഫോർ ഓൾ എഫ് ബിലോങ്സ് ടു LP2E എന്നാണ് നമുക്ക് വേണ്ടത്. സോ എഫ് ബിലോങ്സ് ടു L ഇൻഫിനിറ്റി ഇ എന്ന് എടുത്താൽ നമുക്ക് ഈ റിസൾട്ട്, ഇതിനെ ഞാൻ സ്റ്റാർ എന്ന് വിളിക്കുന്നു. ആ സ്റ്റാർ പറയുന്നത് എന്താണ്? ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എഫിന്റെ P1 നോമിന്റെ P1th പവർ ആണ്. എഫിന്റെ P1 നോം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ P1 ഓവർ ഇ ദ ഹോൾ റേസ് ടു 1/P1 ആണ്. അപ്പൊ അതിന്റെ P1th പവർ എടുത്താണ് ഈ ലെഫ്റ്റ് സൈഡ്. അതാണ് ഇതിന് ഈ സ്റ്റാർ എന്ന് പറയുന്ന ഇൻഈക്വാലിറ്റിയിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നോം P1 ഓഫ് എഫ് ദ ഹോൾ റേസ് ടു P1 ആണ്. റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതുന്നു. ഇനി രണ്ട് സൈഡിലും 1/P1th പവർ എടുക്കുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താവും? നോം P1 ഓഫ് എഫ് എന്ന് മാത്രമായിരിക്കും. റൈറ്റ് സൈഡോ എം പവർ P1ന്റെ 1 പവർ 1/P1 എടുക്കുമ്പോൾ എം എന്ന് കിട്ടും. മെഷർ ഓഫ് ഇ ദ ഹോൾ റേസ് ടു 1/P1 എന്ന് കിട്ടും. പക്ഷേ നമുക്കറിയാം ഈ എം എന്ന് പറയുന്നത് ആരാണ്? എം എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ നമുക്കറിയാം എഫ് L ഇൻഫിനിറ്റി ഇയിലാണ് എങ്കിൽ എഫിന്റെ എസെൻഷ്യൽ സുപ്രീമം, അതായത് നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നതും ഒരു എസെൻഷ്യൽ അപ്പർ ബൗണ്ട് ആണ്. അതുകൊണ്ട് ഈ എമ്മിന് പകരം നമുക്ക് നോം ഇൻഫിനിറ്റി ഓഫ് എഫ് എന്ന എസെൻഷ്യൽ അപ്പർ ബൗണ്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഡിസൈർ ചെയ്യുന്ന റിസൾട്ട് കിട്ടും. നോം P1 ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ എമ്മിന് പകരം നോം ഇൻഫിനിറ്റി ഓഫ് എഫ് ഇൻറ്റു മെഷർ ഓഫ് ഇ ദ ഹോൾ റേസ് ടു 1/P1. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോം P1 ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്ക് പകരം മെഷർ ഓഫ് ഇ ദ ഹോൾ റേസ് ടു 1/P1 ഇൻറ്റു P2 ഇൻഫിനിറ്റി ആണല്ലോ, നോം ഇൻഫിനിറ്റി ഓഫ് എഫ്. അപ്പൊ P2 ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുന്ന കേസിൽ ഈ L ഇൻഫിനിറ്റി ഈ കണ്ടെയ്ൻഡ് ഇൻ LP1E എന്ന ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഈ ഇൻഈക്വാലിറ്റിയും 5 എന്ന് പറയുന്ന ഇൻഈക്വാലിറ്റിയും നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ സർ. അങ്ങനെയെങ്കിൽ നമ്മൾ P2 ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യുന്നു. കേസ് 2, P2 ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇത്രയും അവരവിടെ എഴുതിയിട്ടുള്ളൂ. നമുക്കതിനെ വളരെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. P2 ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നെടുക്കുന്നു. നമ്മൾ P2/P1 P എന്ന് വിളിക്കുന്നു. റിമെമ്പർ P1 ലെസ് ദാൻ P2 എന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട് P2/P1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ P2/P1 P എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ആ P ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം P1 ലെസ് ദാൻ P2 എന്നാണ് എടുത്തിട്ടുള്ളത്. ആ Pയുടെ കോൺജുഗേറ്റിനെ Q എന്ന് വിളിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ളത് P1 ലെസ് ദാൻ P2 എന്നാണ്. P2/P1 നാം P എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് P ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. Q എന്ന് പറയുന്നത് Pയുടെ കോൺജുഗേറ്റ് ആണ്, അതായത് 1/P + 1/Q ഈക്വൽ ടു 1 ആണ്. നമുക്ക് തെളിയിക്കേണ്ടത് LP2E ഈസ് കണ്ടെയ്ൻഡ് ഇൻ LP1E എന്നാണ് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എഫ് LP2E എന്ന് എടുക്കുന്നു. അതാണ് അവിടെ എടുത്തിട്ടുള്ളത്. ലെറ്റ് എഫ് ബിലോങ് ടു LP2E. എഫ് LP2E ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ P2 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു എഴുതിയേക്കാണ്, ഒബ്സർവ് ദാറ്റ് എഫ് പവർ P1 ബിലോങ്സ് ടു LPE. നമുക്ക് ഒബ്സർവ് ചെയ്യാം. എങ്ങനെ കിട്ടുന്നു നോക്കാം. വളരെ എളുപ്പമാണ്. സൗകര്യത്തിന് വേണ്ടിയിട്ട് എഫ് പവർ P1 നമുക്ക് H എന്ന് വിളിക്കാം. അപ്പോൾ ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ H LPE ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കണം. H LPE ഉണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ ഇന്റഗ്രൽ ഓഫ് മോഡ് H പവർ P ഓവർ E എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്ന് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റഗ്രൽ ഓഫ് മോഡ് H പവർ P ഓവർ E നമ്മൾ എടുക്കുന്നു. H എന്ന് പറയുന്നത് F പവർ P1 ആണല്ലോ. അപ്പൊ മോഡ് H എന്ന് പറയുന്നത് മോഡ് F പവർ P1. Hന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, മോഡ് F പവർ P1 എന്ന് പറഞ്ഞാൽ മോഡ് F പവർ P1 ആണ്. അതിന് പവർ P എടുക്കുമ്പോൾ നമുക്ക് മോഡ് F പവർ P1P എന്ന് കിട്ടും. P1P എന്ന് പറഞ്ഞാൽ P2 ആണ്. കാരണം P2/P1 നാം P എന്ന് വിളിച്ചിട്ടുള്ളത്. സോ P1P വിൽ ബി ഈക്വൽ ടു P2. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് മോഡ് F പവർ P2 ഓവർ എന്ന് കിട്ടും. നമ്മുടെ അസംപ്ഷൻ പ്രകാരം ഇന്റഗ്രൽ ഓഫ് മോഡ് F പവർ P2 ഓവർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മോഡ് H പവർ P ഓവർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് കിട്ടും. അതിനർത്ഥം H എന്ന് പറയുന്നത് LPE ഉണ്ട് എന്ന് കിട്ടും. അതാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ളത്. എഫ് പവർ P1 ബിലോങ്സ് ടു LPE. നമ്മൾ എഫ് പവർ P1 H എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ H ബിലോങ്സ് ടു LPE.
ഇനി അവർ പറയുന്നത് ജി ഈക്വൽ ടു കൈ ഇ എടുക്കുക. ഓൺ ഇ ആണ്, അപ്പൊ അതുകൊണ്ട് ആക്ച്വലി ജി എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഈ ജി എന്ന് പറയുന്നത് LQE-യിലുണ്ട് എന്നാണ് പറയുന്നത്. കാരണം പറയുന്നത് മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ്. അത് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വളരെ എളുപ്പമാണ്. ജി ഈക്വൽ ടു 1 ആണ്. ഇയിൽ കൈ ഇ ഓൺ ഇ ത്രൂ ഔട്ട് 1 ആണെന്നാണ് അർത്ഥം. അതായത് മോഡ് ജി ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് മോഡ് ജി പവർ ക്യൂ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് അതിന്റെ ഇന്റഗ്രേഷൻ ലെബേഗ് ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ ക്യൂ ഓവർ ഇ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് 1 ഓവർ ഇ, അതായത് മെഷർ ഓഫ് ഇ. മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ ക്യൂ ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് കിട്ടും. അതിനർത്ഥം ജി എന്ന് പറയുന്നത് LQE-യിലുണ്ടെന്ന് കിട്ടും. അതാണ് ഇതായിട്ട് എഴുതിയിട്ടുള്ളത്, ജി ബിലോങ്സ് ടു LQE സിൻസ് മെഷർ ഓഫ് ഇ ഫൈനൈറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഓവർ ഇ, ജി എന്ന് പറയുന്നത് 1 ആണല്ലോ, അതുകൊണ്ട് ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഓവർ ഇയെ നമുക്ക് ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഇൻറ്റു ജി ഓവർ ഇ എന്ന് എഴുതാം. മോഡ് എച്ച് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ മോഡ് എച്ച് ജി ആണ്, കാരണം ജിയും മോഡ് ജിയും സെയിം ആണ്, ജി ഈക്വൽ ടു 1 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എച്ച് LPE-യിലുണ്ട്, ജി LQE-യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റി അപ്ലൈ ചെയ്യാം. ഹോൾഡേഴ്സ് ഇൻഈക്വാലിറ്റി പ്രകാരം ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ജി ഓവർ ഇ എന്ന് പറയുന്നത് നോം പി ഓഫ് എച്ച് ഇൻറ്റു നോം ക്യൂ ഓഫ് ജി എന്നാണ്. പക്ഷെ ഈ എച്ച് എന്ന് പറയുന്നത് LPE-യിലെ എലമെന്റ് ആണ്. എച്ച് LPE-യിലെ എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് പവർ പി ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് നോം പി ഓഫ് എച്ച്, നോം പി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് പവർ ഓൾ റേസ് ടു ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് പവർ പി ഓവർ ഇ ഫൈനൈറ്റ് ആണെങ്കിൽ അതിന്റെ പവർ 1/p എടുത്താലും ഫൈനൈറ്റ് ആയിരിക്കും. അപ്പൊ നോം പി ഓഫ് എച്ച് ഫൈനൈറ്റ് ആയിരിക്കും. അതുപോലെ നോം ക്യൂ ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ ക്യൂ ഓവർ ഇ ഹോൾ റേസ് ടു 1/q ആണ്, അത് ഫൈനൈറ്റ് ആണ്. ഏത്? ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ ക്യൂ ഓവർ ഇ ഫൈനൈറ്റ് ആണ്. അപ്പൊ അതിന്റെ, കാരണം അത് മെഷർ ഓഫ് ഇ ആണല്ലോ, അത് ഫൈനൈറ്റ് ആണ്. അപ്പൊ അതിന്റെ പവർ 1/q എടുത്താലും ഫൈനൈറ്റ് ആണ്. അപ്പൊ ഈ നോം പി ഓഫ് എച്ചും നോം ക്യൂ ഓഫ് ജിയും ഫൈനൈറ്റ് ആണ്, കാരണം എച്ച് LPE-യിലുള്ള എലമെന്റ് ആണ്, ജി LQE-യിലുള്ള എലമെന്റ് ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഓവർ ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്ന് കിട്ടും. അതായത് എന്താണ് ഈ എച്ച്? എഫ് പവർ P1. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ P1 ഓവർ ഇ ഫൈനൈറ്റ് ആണെന്ന് കിട്ടും. നമുക്കറിയാം മോഡ് എഫ് പവർ P1 എന്ന് പറഞ്ഞാൽ മോഡ് എഫ് പവർ P1 ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ P1 ഓവർ ഇ ഫൈനൈറ്റ് ആണെന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? എഫ് LP1E-യിലുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മൾ എങ്ങനെ തുടങ്ങിയത്? എഫ് LP2E-യിലുണ്ട് എന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ആർഗ്യുമെന്റ്സ് പ്രകാരം എഫ് LP1E-യിലുണ്ട് എന്ന് കിട്ടും. അതായത് LP2E ഈസ് കണ്ടെയ്ൻഡ് ഇൻ LP1E, അല്ലെങ്കിൽ LP2E ഈസ് എ സബ്സെറ്റ് ഓഫ്, ഇൻഫാക്ട് ഇറ്റ് ഈസ് എ സബ്സ്പേസ്, രണ്ട് വെക്ടർ സ്പേസുകളാണല്ലോ, സബ്സ്പേസ് ഓഫ് LP1E എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാൻ ഒരു കാര്യം കൂടിയുണ്ട്. ഈ റിസൾട്ടിൽ പറയുന്ന ഇൻഈക്വാലിറ്റി 5 പ്രൂവ് ചെയ്യണം. റിമെമ്പർ, അത് P2 ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നോം P1 ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ഇ ദ ഹോൾ റേസ് ടു P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ P1 P2 ഇൻറ്റു നോം P2 ഓഫ് എഫ് എന്ന് നമുക്ക് തെളിയിക്കണം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ ഇത് ചെയ്തു വന്നപ്പോൾ നമുക്ക് ദ ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഓവർ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം PH ഇൻറ്റു നോം QG, എഫ് ബിലോങ്സ് ടു LP2E എന്നാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ റിസൾട്ട് പ്രകാരം, ഈ ഇൻഈക്വാലിറ്റി പ്രകാരം സ്റ്റാറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് ഇതാണ്, ഞാൻ ഒന്നുകൂടി അത് എടുത്ത് എഴുതിയിട്ടുണ്ട്. സ്റ്റാർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഓവർ ഇ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം PH ഇൻറ്റു നോം QG. അതായത് ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഓവർ ഇ, ലെഫ്റ്റ് സൈഡ് അതേപടി തന്നെ എഴുതി. എന്താണ് നോം പി ഓഫ് എച്ച്? നോം പി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് പവർ പി ഓവർ ഇ ദ ഹോൾ റേസ് ടു 1/p. എന്താണ് നോം ക്യൂ ഓഫ് ജി? ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ ക്യൂ ഓവർ ഇ ദ ഹോൾ റേസ് ടു 1/q. ഇതിനെ നമ്മൾ ഇൻഈക്വാലിറ്റി എ എന്ന് വിളിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഇൻഈക്വാലിറ്റികളുള്ള ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. 3 എക്സ്പ്രഷൻസ് ആണല്ലോ ഉള്ളത് അവിടെ. ആ 3 നമുക്ക് സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്താം. ആദ്യം അതിന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുക.
അതായത് ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഓവർ ഇ. എച്ച് എന്ന് പറഞ്ഞാൽ എഫ് പവർ പി വൺ ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് ഓവർ ഇ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി വൺ ആണ്. മോഡ് എഫ് പവർ പി വൺ എന്ന് പറഞ്ഞാൽ മോഡ് എഫ് പവർ പി വൺ ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി വൺ ഓവർ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിന്റെ പി വൺ നോമിന്റെ പി വൺത്ത് പവർ. കാരണം എഫിന്റെ പി വൺ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ഓവർ ഇയുടെ ഓൾ റേസ് ടു 1/p1 ആണ്. അപ്പൊ ഇവിടെ പവർ പി വൺ എടുക്കുമ്പോഴാണ് നമുക്ക് അത് കിട്ടുക. സോ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദിസ് ഇൻഇക്വാലിറ്റി എ ഈസ് ഇൻ ഫാക്ട് നോം പി വൺ ഓഫ് എഫ് ദ ഹോൾ റേസ് ടു പി വൺ. അതുപോലെ ഈ എ എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റിയിലെ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ എന്താന്ന് നോക്കാം. കുറെ കൂടി എളുപ്പമായതുകൊണ്ട് അത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് നോക്കുമ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ ക്യൂ ഓവർ ഇ ദ ഹോൾ റേസ് ടു 1/q ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഓഫ് മോഡ് ജി പവർ ക്യൂ ഓവർ ഇ എന്ന് പറഞ്ഞ മെഷർ ഓഫ് ഇ ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇതെന്താണ്? മെഷർ ഓഫ് ഇ ദ ഹോൾ റേസ് ടു 1/q എന്ന് കിട്ടും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ അത് ബി എന്ന് പറയുന്ന റിസൾട്ട് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ നമ്മൾ സി എന്ന് പറയുന്നതായിട്ട്. ഇനി നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് പവർ പി ഓവർ ഇ ദ ഹോൾ റേസ് ടു 1/p. അപ്പോൾ ഹോൾ റേസ് ടു 1/p നമുക്ക് അവസാനം എടുക്കാം. ഇന്റഗ്രൽ ഓഫ് മോഡ് എച്ച് പവർ പി ഓവർ ഇ എന്താന്ന് നോക്കാം. നോക്കൂ, എച്ച് എന്ന് പറഞ്ഞാൽ എഫ് പവർ പി വൺ ആണ്. അപ്പൊ മോഡ് എച്ച് എന്ന് പറഞ്ഞാൽ മോഡ് എഫ് പവർ പി വൺ ആണ്. മോഡ് എഫ് പവർ പി വൺ എന്ന് പറഞ്ഞാൽ മോഡ് എഫ് പവർ പി വൺ ആണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി വൺ പി എന്ന് കിട്ടും. പക്ഷെ പി വൺ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ടു ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ പി ടു ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിന്റെ പി ടു നോമിന്റെ പി ടൂത്ത് പവർ. അപ്പൊ നമുക്ക് പക്ഷെ നമുക്ക് ഈ ഇനീക്വാലിറ്റി എയില് അതിന്റെ ഹോൾ പവർ 1/p ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും ഹോൾ പവർ 1/p എന്ന് എടുക്കുന്നു. അപ്പൊ റൈറ്റ് സൈഡ് എന്താവും? റൈറ്റ് സൈഡ് നോം പി ടു ഓഫ് എഫ് ഹോൾ റേസ് ടു പി ടു ആണ്. അത് ഹോൾ പവർ 1/p എന്ന് എടുക്കുമ്പോൾ നോം പി ടു ഓഫ് എഫ് ഹോൾ റേസ് ടു പി ടു ബൈ പി എന്ന് കിട്ടും. പി ടു ബൈ പി എന്ന് പറഞ്ഞാൽ പി വൺ ആണ്. അപ്പൊ നമുക്ക് അതിനെ പി വൺ എഴുതാം. അപ്പൊ നമുക്ക് ആ റിലേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡി എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഈ ബിയും സിയും ഡിയും, ഈ ഡിയിൽ ഈ നടുക്കുള്ളത് വേണ്ട കേട്ടോ, ബിയും സിയും ഡിയും എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായി മാറും? എയുടെ ലെഫ്റ്റ് സൈഡ് എന്തായി മാറും? നോം പി വൺ ഓഫ് എഫ് ദ ഹോൾ റേസ് ടു പി വൺ ആയി മാറും. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെന്തായി മാറും? ഈ ഇവിടുത്തെ എയുടെ ഇയാൾക്ക് പകരം എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അയാൾക്ക് പകരം എന്തായി മാറും? ഈ എക്സ്പ്രഷൻ നോം പി ടു ഓഫ് എഫ് ദ ഹോൾ റേസ് ടു പി വൺ. പിന്നെ സി അതാണല്ലോ ഇവിടെ ഉള്ളത്. ഇതിന് പകരം മെഷർ ഓഫ് ഇ ദ ഹോൾ റേസ് ടു 1/q. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും പവർ 1/p1 എടുക്കുന്നു. 1/p1 പവർ എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് വരും? നോം പി വൺ ഓഫ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി ടു ഓഫ് എഫ്. കാരണം ഇവിടെ പവർ 1/p1 എടുക്കുമ്പോൾ p1 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ അങ്ങനെ തന്നെ സംഭവിക്കും. ഇവിടെ എന്താവും? മെഷർ ഓഫ് ഇ ദ ഹോൾ റേസ് ടു 1/p1q എന്ന് വരും. കാരണം പവർ 1/p1 ആണല്ലോ എടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ 1/p1q എന്ന് പറയുന്നത് p2 - p1 ഡിവൈഡഡ് ബൈ p1 p2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ വേണ്ട റിസൾട്ട് കിട്ടും. എങ്ങനെ 1/p1q എന്ന് പറഞ്ഞാൽ p2 - p1 ഡിവൈഡഡ് ബൈ p1 p2 ആവും എന്നുള്ളത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. q എന്ന് പറഞ്ഞാൽ പിയുടെ കോഞ്ചുഗേറ്റ് ആണ്. പിയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ p ഡിവൈഡഡ് ബൈ p - 1 ആണ്. റിമെമ്പർ p എന്ന് പറഞ്ഞാൽ p2 ബൈ p1 ആണ്. q എന്ന് പറഞ്ഞാൽ പിയുടെ കോഞ്ചുഗേറ്റ് ആണ്. അതുകൊണ്ട് q എന്ന് പറയുന്നത് p ഡിവൈഡഡ് ബൈ p - 1 ആണ്. p എന്ന് പറയുന്നത് p2 ബൈ p1 ആണ്. അതുകൊണ്ട് q എന്ന് പറയുന്നത് p2 ബൈ p1 ഡിവൈഡഡ് ബൈ p2 ബൈ p1 - 1 ആണ്. അതായത് p2 ഡിവൈഡഡ് ബൈ p2 - p1 ആണ്. p1 ക്യാൻസൽ ചെയ്ത് പോകും LCM എടുത്ത് ചെയ്യുമ്പോൾ. അങ്ങനെയെങ്കിൽ p1q എന്ന് പറയുന്നത് എന്താവും? p1 p2 ഡിവൈഡഡ് ബൈ p2 - p1 ആവും. അപ്പൊ 1/p1q എന്ന് പറയുന്നത് എന്താവും? p2 - p1 ഡിവൈഡഡ് ബൈ p1 p2 ആയിരിക്കും. അതാണ് ഞാനിവിടെ ഒറ്റയടിക്ക് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഇൻഇക്വാലിറ്റി 5ഉം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. അടുത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? ഇക്ക് ഫൈനൈറ്റ് മെഷർ ആണ് എങ്കിൽ p1 ലെസ് ദാൻ p2 ആണ് എങ്കിൽ
LP2E എന്ന് പറയുന്നത് LP1Eയുടെ ഒരു സബ്സെറ്റ് ആണ്. ഈ ഇൻക്ലൂഷൻ പ്രോപ്പർ ആണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഈ ഇൻക്ലൂഷൻ പ്രോപ്പർ ആണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ there are elements in LP1E which are not in LP2E. അതാണ് അടുത്ത എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The inclusion is proper. ഇക്ക് ഫൈനൈറ്റ് മെഷർ ആണെങ്കിൽ 1 less than or equal to P1 less than P2 less than or equal to infinity ആണെങ്കിൽ LP2E is a proper subspace of LP1E. LP2E is a subspace of LP1E എന്നുള്ളതാണ് കഴിഞ്ഞ റിസൾട്ട് പ്രൂവ് ചെയ്തത്. ഈ എക്സാമ്പിൾ പറയുന്നത് അത് പ്രോപ്പർ ആണ്. കാരണം അവരുടെ ഒരു ഫംഗ്ഷൻ പറയാണ്, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. ഇതാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ. FE എന്ന് പറയുന്നത് നമ്മൾ 0, 1 എക്സ്ക്ലൂഡിങ് 0 ആൻഡ് ഇൻക്ലൂഡിങ് 1. അപ്പൊ മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് 1 ആണ്, ഫൈനൈറ്റ് ആണ് തീർച്ചയായിട്ടും. നമ്മൾ P1 ലെസ് ദാൻ P2 എന്നാണല്ലോ എടുത്തിട്ടുള്ളത്. ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതിയേക്കണം നോക്കൂ. P1 ലെസ് ദാൻ P2, അതായത് 1/P1 ഗ്രേറ്റർ ദാൻ 1/P2, അതായത് -1/P1 ലെസ് ദാൻ -1/P2. അപ്പൊ അതുകൊണ്ട് നമുക്ക് -1/P1ന്റെയും -1/P2ന്റെയും ഇടയിലായിട്ട് ഒരു ആൽഫ കാണാൻ പറ്റും. ആ ആൽഫ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ f of x equal to x power alpha എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എവിടെ? ഇയിൽ. So we consider the function f of x. The function is defined on E. How the function is defined? The function is defined as f of x equal to x power alpha. And who is alpha? Alpha is a real number lying between -1/P1 and -1/P2. Of course, there will be such a real number because -1/P2 is strictly greater than -1/P1. So you can definitely find a real number between them. Okay, fine. Then അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് ഈ എഫ് എന്ന് പറയുന്നത് LP1E ഒരു എലമെന്റ് ആണ്, പക്ഷേ അത് LP2E എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ LP1E ഉണ്ട് എന്ന് തെളിയിക്കാൻ ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ P1 ഓവർ E എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ P1 ഓവർ E നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ് പവർ ആൽഫ എന്നൊക്കെ പറയുന്നത് മോഡ് എഫ് എന്ന് പറയുന്നതും എഫ് എന്ന് പറയുന്നതും സെയിം ആണ്, കാരണം ഇത് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് ഇന്റഗ്രൽ 0 to 1 എക്സ് പവർ P1 ആൽഫ എന്ന് കിട്ടും. പവർ P1 ആണ് എടുക്കുന്നത്. എക്സ് പവർ ആൽഫ പവർ P1 എന്ന് പറഞ്ഞാൽ എക്സ് പവർ P1 ആൽഫ. ഇത് സാധാരണ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനായി മാറും എന്ന് പറഞ്ഞ ഈ ലെബേഗ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആക്ച്വലി അത് റീമാൻ ഇന്റഗ്രൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ റീമാൻ ഇന്റഗ്രൽ തന്നെയാണ്. യൂഷ്വൽ റീമാൻ ഇന്റഗ്രലിലെ റിസൾട്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. സാധാരണ പോലെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പവർ P1 ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ P1 ആൽഫ പ്ലസ് 1 എന്ന് കിട്ടും. അതായത് 1/P1 ആൽഫ പ്ലസ് 1 കോൺസ്റ്റന്റ് ആണല്ലോ. അത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ എക്സിന് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1 കിട്ടും. ഈ P1 ആൽഫ പ്ലസ് 1 പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് പവർ ആണല്ലോ. അപ്പൊ എക്സ് ന്യൂമറേറ്ററിൽ തന്നെയാണ് വരിക, അല്ലെങ്കിൽ അത് 1/x എന്നൊക്കെ ആയി മാറുമായിരുന്നു. P1 ആൽഫ പ്ലസ് 1 പോസിറ്റീവ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് P1 ആൽഫ പ്ലസ് 1 പോസിറ്റീവ് ആണെന്ന് പറയുന്നത്? ഇവിടെ ആൽഫ ലൈസ് ബിറ്റ്വീൻ ഓർ ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ -1/P1 ആണ്. സോ P1 ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ -1 ആണ്. സോ P1 ആൽഫ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് തന്നെ കിട്ടും. അതായത് ഈ വാല്യൂ 1/P1 ആൽഫ പ്ലസ് 1 വരും. അതായത് ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെന്ന് കിട്ടും. അതിനർത്ഥം എഫ് LP1E ഒരു എലമെന്റ് ആണ് എന്നതാണ്. അതേസമയം എഫ് LP2E ഇല്ല എന്ന് കാണാൻ കഴിയും. കാരണം ഇന്റഗ്രൽ ഓഫ് മോഡ് എഫ് പവർ P2 ഓവർ E എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 1 എക്സ് പവർ P2 ആൽഫയാണ്. നേരത്തെ P1 വന്ന പോലെ ഇവിടെ P2. അപ്പൊ നേരത്തെ ഉള്ള പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം P2 ആൽഫ പ്ലസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ എക്സ് ഇത് ആക്ച്വലി എക്സ് പവർ P2 ആൽഫ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് വരില്ല, മറിച്ച് 1/0 എന്നാണ് വരിക. അല്ലെങ്കിൽ ഇതൊരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. 1/0 ഒന്നും പറയാൻ പാടില്ല. പക്ഷെ എന്താ പറയാ, അതിന്റെ വാല്യൂ ഇൻഫിനിറ്റിയോട് അടുത്തുള്ള വാല്യൂ ആണ് വരിക. ലാർജ് വാല്യൂ ആയിരിക്കും. കാരണം P2 ആൽഫ പ്ലസ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് P2 ആൽഫ പ്ലസ് 1 നെഗറ്റീവ് ആണെന്ന് പറയുന്നത്? P2 ആൽഫ ലെസ് ദാൻ -1 ആണ്. സോ P2 ആൽഫ പ്ലസ് 1 ഈസ് നെഗറ്റീവ്. ആ വ്യത്യാസം ശ്രദ്ധിക്കണം. നേരത്തെ P1 ആൽഫ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇവിടെ ആ വാല്യൂ 0 അല്ല, മറിച്ച് ലാർജ് വാല്യൂ ആണ്.
എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഫൈനൈറ്റ് വാല്യൂ ആണെന്ന് കിട്ടില്ല, ആക്ച്വലി ഇത് ഇൻഫിനിറ്റ് ആണെന്ന് കിട്ടും. അതുകൊണ്ട് എഫ് LP2E ഇല്ല എന്ന് കാണാൻ കഴിയും. ഇവരോട് കുറെ കൂടി ജനറൽ ആയിട്ടാണ് അവരത് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു സ്പെസിഫിക് എക്സാമ്പിൾ ഒക്കെ എടുത്ത് വേണമെങ്കിൽ നോക്കാം. ഇപ്പൊ ഇതേ കാര്യത്തിൽ തന്നെ E=0, 1 ആണല്ലോ എടുത്തിട്ടുള്ളത്. P1 = 2 എന്നും P2 = 4 എന്നും എടുക്കുക. ഇവിടെ അങ്ങനെയാണല്ലോ, P1 < P2 ആണല്ലോ. അപ്പൊ P1 = 2 എന്നും P2 = 4 എന്നും എടുക്കുക. അപ്പൊ -1/P1 എന്ന് പറഞ്ഞാൽ -1/2, -1/P2 എന്ന് പറഞ്ഞാൽ -1/4. അപ്പോ -1/2നും -1/4നും ഇടയിലുള്ള ഒരു നമ്പറാണ് -1/3. അതാണ് നമ്മൾ ആൽഫ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ആൽഫ ചൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? -1/P1നും -1/P2നും ഇടയിലുള്ള റിയൽ നമ്പർ ആയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ -1/3 അങ്ങനെ ഒരു നമ്പർ ആണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ f(x) ആയിട്ട് എന്തെടുക്കും? x⁴α എന്നുള്ളതിന് പകരം x⁻−1/3 എന്നെടുക്കും. സ്പെസിഫിക് ആണ്, നേരത്തെ ചെയ്ത പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, കുറെ കൂടി എളുപ്പമാണ്. ഇന്റഗ്രൽ ഓഫ് mod f²/E എന്ന് പറഞ്ഞാൽ എന്തായി മാറും? അപ്പോ ഇന്റഗ്രൽ ഇവിടുത്തെ P1 ആണ് കേട്ടോ 2, അതുകൊണ്ടാണ് ഇന്റഗ്രൽ നേരത്തെ ഇന്റഗ്രൽ ഓഫ് mod f⁻P1/E എന്നാണ് പറഞ്ഞാൽ അതിന് പകരം P1 പകരം 2 എന്ന് എടുക്കുന്നു. അപ്പൊ ഇന്റഗ്രൽ 0 to 1 x⁻−1/3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ x⁻−2/3. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x⁻1/3 / 1/3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 × 1 - 0 3 എന്ന് കിട്ടും. അത് ഫൈനൈറ്റ് ആണ്, അതായത് എഫ് L2E ഉണ്ട് എന്ന് കിട്ടും. അതേസമയം ഇന്റഗ്രൽ ഓഫ് mod f⁴/E എടുത്താലോ x⁻−1/3 ⁴ എന്ന് പറഞ്ഞാൽ x⁻−4/3. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? x⁻−1/3 / -1/3 ബിറ്റ്വീൻ 0 to 1. അതായത് -3 × 1/x⁻1/3 എന്നാണ്. അത് x⁻−1/3 എന്ന് പറഞ്ഞാൽ 1/x⁻1/3 എന്നാണ്. അപ്പൊ നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി എന്നാണ് വരിക. ഫൈനൈറ്റ് വാല്യൂ കിട്ടില്ല. ദിസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതിന്റെ അർത്ഥം എഫ് L4E ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ L4E ഈസ് എ പ്രോപ്പർ സബ്സ്പേസ് ഓഫ് L2E എന്ന് നമുക്ക് കിട്ടും. Is that okay? Okay, sir. ഇത് ഫൈനൈറ്റ് മെഷർ ആവുന്ന കാര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് LP സ്പേസുകൾക്കിടയിലുള്ളത്. ഈക്ക് ഇൻഫിനിറ്റ് മെഷർ ആവുമ്പോൾ ഇങ്ങനെയൊരു ഇൻക്ലൂഷൻ റിലേഷൻഷിപ്പ് ഇവർ തമ്മിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ജനറലി അതില്ല. ഉദാഹരണത്തിന് E = R എന്ന് എടുക്കുക. ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിലെ എക്സാമ്പിൾ ചെയ്യാൻ കുറച്ചൊരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ തിയറി ഒക്കെ കുറെ കൂടി ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ മറ്റൊരു എക്സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറെ കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് ചെയ്യാൻ പറ്റും, പക്ഷേ ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ ഒരു തിയറി ഒക്കെ ആവശ്യമായിട്ട് വരും. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ ചെയ്യാം. എനിവേ, E = R കൺസിഡർ ചെയ്യുക. ആറിന്റെ മെഷർ ഇൻഫിനിറ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെ എടുക്കുക. 1/√mod x if 0 < mod x < 1, 0 otherwise. g(x) ഇങ്ങനെ കൺസിഡർ ചെയ്യുക. 0 if mod x < 1, 1/x otherwise. നമ്മൾ പറയും f L1E ഉണ്ട്, പക്ഷെ L2E ഇല്ല. അതുപോലെ g L2E ഉണ്ട്, പക്ഷെ L1E ഇല്ല. അപ്പോ L1E L2E സബ്സെറ്റ് ആവുകയോ L2E L1E സബ്സെറ്റ് ആവുകയോ ചെയ്യുകയില്ല. ഇവിടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ കുറെ കൂടി ജനറൽ ആയിട്ടാണ് അവരത് പറഞ്ഞിട്ടുള്ളത്. എനിവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നോക്കാം. അതിൽ ബേസിക് എന്താ പറയാ, കാൽക്കുലസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. എഫ് L1E ഉണ്ട്, പക്ഷെ L2E ഇല്ല എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓഫ് mod f/R എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഈ എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ mod x < 1 ആവുന്ന ഇന്റർവെല്ലിൽ മാത്രം, ഇന്റർവെൽ അല്ല, അത്
ഇന്റർവെല്ലുകളുടെ യൂണിയൻ ആണ്. അതിൽ മാത്രമാണ് നമുക്ക് നോൺ നെഗറ്റീവ് വാല്യൂ ഉള്ളത്. നോൺ സീറോ വാല്യൂ ഉള്ളത്. സീറോ വാല്യൂസ് ഉള്ളിടത്ത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 എന്ന് തന്നെയാണ് വരിക. സോ ദിസ് വിൽ ബി, ഇത് മോഡ് ടി എന്നല്ല മോഡ് എക്സ് എന്നാണ്. ഇന്റഗ്രൽ ഓവർ 0 ലെസ് ദാൻ മോഡ് എക്സ് ലെസ് ദാൻ 1 മോഡുലസ് ഓഫ് 1/√ mod x. മോഡുലസ് ഓഫ് 1/√ mod x എന്ന് പറഞ്ഞാൽ 1/√ mod x തന്നെ ആണ്. അടുത്ത സ്റ്റെപ്പിൽ മോഡുലസ് ഒഴിവാക്കി എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനെ രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഈ 0 ലെസ് ദാൻ മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 0 ആൻഡ് എക്സ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ് അർത്ഥം, എക്സ്ക്ലൂഡിങ് 0 ഓഫ് കോഴ്സ്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ എക്സ് -1നും 0ക്കും ഇടയിലാവുമ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ -x ആ. എക്സ് 0ക്കും 1നും ഇടയിലാവുമ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്. അതാണ് ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ആക്ച്വലി ഈ രണ്ട് ഇന്റഗ്രലിന്റെ വാല്യൂം സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ 2 times ഇന്റഗ്രൽ 0 to 1 1/√ x dx എന്ന് എഴുതാം. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 4 എന്നാണ്, വിച്ച് വിൽ ബി ഫൈനൈറ്റ്. അതുകൊണ്ട് എഫ് L1E ഉണ്ട് എന്ന് കിട്ടും. ഇനി എഫ് L2E ഇല്ല എന്ന് തെളിയിക്കാൻ ഇന്റഗ്രൽ ഓവർ ആർ മോഡ് എഫ് സ്ക്വയർ ആണ് എടുക്കുന്നത്. എഗെയിൻ ഇവിടെ ടി അല്ല എക്സ് ആണ്. ഇന്റഗ്രൽ ഓവർ 0 ലെസ് ദാൻ മോഡ് എക്സ് ലെസ് ദാൻ 1 മോഡ് എഫ് സ്ക്വയർ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√ mod x ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/mod x വരും. ഇവിടെ നമുക്ക് രണ്ട് ഇന്റഗ്രൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ -1 തുടങ്ങി 0 വരെ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ -x, 0 തുടങ്ങി 1 വരെ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ x. അഗെയിൻ these two integrals have the same value, so you can write it as 2 times integral 0 to 1 1/x dx. പക്ഷെ അത് നമുക്കറിയാം, അത് ഇൻഫിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എഫ് L2E ഇല്ല. അപ്പോൾ there is an element in L1E which is not in L2E. So L2E എന്ന് പറയുന്നത്, L1E എന്ന് പറയുന്നത് L2Eയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ L1Eയിലുള്ള എല്ലാ എലമെന്റ്സും L2Eയിൽ ഉണ്ടായിരിക്കണം. പക്ഷെ we have an element in L1E which is not in L2E. അതുകൊണ്ട് L1E എന്ന് പറയുന്നത് L2Eയുടെ സബ്സെറ്റ് ആവാൻ കഴിയില്ല. അതുപോലെ L2E L1Eയുടെ സബ്സെറ്റ് ആവാൻ കഴിയുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ G എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നത്. So you will find an element in L2E which is not in L1E. അത് ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നത്. G of x is equal to 0 if mod x less than 1 1/x otherwise. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽ ഓവർ ഈ മോഡ് G സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. കാരണം മോഡ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ അത് 0 ആണ്. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോഴാണ് അതിന് നോൺ സീറോ വാല്യൂ ഉള്ളൂ. സോ നമുക്ക് എന്ത് വരും? മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഇന്റഗ്രൽ ഓവർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മോഡ് 1/x സ്ക്വയർ. മോഡ് G സ്ക്വയർ ആണല്ലോ. അതായത് അഗെയിൻ നേരത്തെ ഇതുപോലെ തന്നെ അത് 2 times ഇന്റഗ്രൽ 1 to infinity 1/x സ്ക്വയർ എന്ന് കിട്ടും. കാരണം മോഡ് എക്സ് ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ 1 to infinity വേണം, -infinity to -1 വേണം. രണ്ട് ഇന്റഗ്രലിനും സെയിം വാല്യൂ ആണ്. അതുകൊണ്ടാണ് 2 times ഇന്റഗ്രൽ 1 to infinity 1/x സ്ക്വയർ dx എന്ന് എഴുതുന്നത്. And when you integrate that, you will get that value to be equal to 2, which is finite, and that shows that G belongs to L2E. Whereas integral over E mod G എന്ന് പറയുന്നത് again നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 2 times integral 1 to infinity 1/x dx, and that is not finite, which shows that G is not in L1E. So L2E L1Eയുടെ സബ്സെറ്റ് ആവാൻ കഴിയില്ല. കാരണം L2E L1Eയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ L2Eയിലുള്ള എല്ലാ എലമെന്റ്സും L1Eയിലും ഉണ്ടാവണം. അങ്ങനെയില്ല. We have an element G in L2E, it is not in L1E. അപ്പൊ L1Eക്ക് L2Eയുടെ സബ്സെറ്റ് ആവാനോ L2Eക്ക് L1Eയുടെ സബ്സെറ്റ് ആകാനോ കഴിയില്ല. അപ്പോൾ Eക്ക് ഇൻഫിനിറ്റ് മെഷർ ആണ് ഉള്ളതെങ്കിൽ യാതൊരു തരത്തിലുള്ള ഇൻക്ലൂഷൻ റിലേഷൻഷിപ്സും LPE സ്പേസുകൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടോ? നോട്ട്സ് സാർ ഇടവില്ലല്ലേ ഗ്രൂപ്പില്?